أنه نهى أن يشرب الرجل قائما. أنس بن مالك رضي الله عنه പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോരുത്തരും നിന്ന് കുടിക്കുന്നതിനെ വിലക്കിയിരിക്കുന്നു എന്ന് ഈ ഹദീസ് പറഞ്ഞപ്പോൾ ഖതാദ റളിയല്ലാഹു അൻഹു തങ്ങൾ ചോദിച്ചു, ഫൽ അക്ലു, അപ്പോൾ നിന്ന് തിന്നുക എന്നതോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ദാക അശറു വ അഖ്ബർ, അത് ഏറ്റവും മോശമായതാണ് എന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു തങ്ങൾ ഖതാദ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. അപ്പോൾ നിന്ന് തിന്നുക, കുടിക്കുക എന്നത് അതിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ചര്യ അല്ല. നേരത്തെ നാം പറഞ്ഞിരുന്നു, ബുഫേ സിസ്റ്റം അടക്കം അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സംഭവിക്കാവുന്ന അപകടങ്ങൾ. അപ്പോൾ തിരുസുന്നത്തുകളൊക്കെ അവിടെ മരിച്ചു പോവുകയാണ്, അതുണ്ടാവുന്നത്. അപ്പോൾ നിന്ന് കുടിക്കുക, തിന്നുക എന്നത് നമ്മുടെ സംസ്കാരം അല്ല. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു തങ്ങൾ തന്നെ പറയുകയാണ്, മാ അകല നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ ഖിബാനി, നബി തങ്ങൾ ഒരിക്കലും ഒരു കസേരയിൽ പോലും ചെയറിൽ ഇരുന്ന് കഴിച്ചിട്ടില്ല. ഫഖാല ഫഅലാ മാ കാനൂ യഅകുലൂൻ, പിന്നെ എങ്ങനെയാണ് നബി തങ്ങളും സ്വഹാബത്തൊക്കെ ഭക്ഷണം കഴിച്ചതെന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, അല സുഫർ, സുപ്ര വിരിച്ചുകൊണ്ടാണ് ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നത്. അപ്പോൾ തറയിൽ ഇരുന്നുകൊണ്ട് ഭക്ഷണം കഴിക്കുക എന്നതൊരു സുന്നത്താണ്. ഇന്നിപ്പോൾ നമുക്ക് എത്രത്തോളം അത് സാധ്യമാണ് എന്നറിയില്ല, കാരണം നമ്മളെ സിസ്റ്റമൊക്കെ മാറി. അപ്പം ആ സുന്നത്ത് നമ്മൾ വീടുകളിലൊക്കെ ചിലപ്പോഴെങ്കിലൊക്കെ ഒന്ന് പരീക്ഷിക്കാം. സുന്നത്ത് മരിച്ചു പോകരുതല്ലോ. ഇടയ്ക്കൊക്കെ സാധ്യമാവുന്ന സമയത്ത് എല്ലാവരും തറയിലൊക്കെ ഒന്ന് ഇരുന്ന് കുട്ടികളെയും എല്ലാവരെയും ഒന്ന് ഇരുത്തി മൊത്തത്തിൽ എല്ലാവരും ഒരിടത്ത് തന്നെ ഭക്ഷണം കഴിക്കുന്ന ഒരു സിസ്റ്റം അതുണ്ടാക്കിയെടുക്കണം. എന്ന് മാത്രമല്ല, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ഹദിയ നൽകപ്പെട്ടു. അബ്ദുല്ലാഹി ഇബ്നു ബുസ്ർ റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ്, ഞാൻ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു ആടിനെ വേവിച്ചു കൊണ്ടുപോയി കൊടുത്തു, നല്ല ശവായ. ഫജസാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലാ റഹ്ബതി, എല്ലാവരും ഉണ്ട് നബി തങ്ങളുടെ അടുക്കൽ, ഒരുപാട് ആളുകളുണ്ട്. അവരെല്ലാവരും ഇങ്ങനെ കൂട്ടം കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് തന്നെ നബി തങ്ങൾക്ക് കൃത്യമായി ഇരിക്കാൻ കഴിഞ്ഞില്ല. എന്നിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിടത്ത് ചാരിയിരിക്കുകയോ മറ്റൊന്നും ചെയ്യാതെ ഞങ്ങളോട് കൂടെ തന്നെ മുട്ടുകുത്തിയിട്ട് അതിൽ നിന്ന് ഇങ്ങനെ എടുത്ത് കഴിച്ചപ്പോൾ ഒരു സ്വഹാബി ചോദിച്ചു, മാ ഹാദിഹിൽ ജൽസ, നബി എന്താണ് ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നത്, കഷ്ടപ്പെട്ടിരിക്കുന്നത്? അങ്ങൊന്ന് വേണമെങ്കിൽ അങ്ങേക്ക് ഏതെങ്കിലുമൊക്കെ ഒരു പ്രതലത്തിൽ ചാരിയിരുന്നൊക്കെ കഴിക്കാമല്ലോ എന്ന ഭാവത്തിൽ ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഇന്നല്ലാഹ ജഅലനി അബ്ദൻ കരീമ, അല്ലാഹു എന്നെ തവാദുഉള്ള മാന്യനായ ഒരു അടിമയായാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. വലം യജഅൽനി ജബ്ബാറൻ അനീദ, എന്നെ ധിക്കാരിയും പോക്കിരിയുമൊന്നുമായി സൃഷ്ടിക്കപ്പെട്ടിട്ടില്ലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ തറയിൽ ഇരുന്നു കൊണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണം കഴിച്ചത് എന്ന് നിരവധി ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അതോടൊപ്പം നബി തങ്ങൾ പറഞ്ഞു, ഒരു സ്വഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപദേശിക്കുമ്പോൾ പറഞ്ഞു, ലാ അക്കുലു വ അന മുത്തഖിഉൻ, ലാ അക്കുലു വ അന മുത്തഖിഉൻ, ഞാൻ ഒരിക്കലും ചാരി ഇരുന്ന് ഭക്ഷണം കഴിക്കുകയില്ല എന്ന്. അപ്പോൾ നമ്മളൊക്കെ ചാരി ഇരുന്നാണോ ഭക്ഷണം കഴിക്കുന്നത് അല്ലേ? ഈ ഹദീസ് ചർച്ച ചെയ്തെടുത്ത് ഒരുപാട് അഭിപ്രായങ്ങൾ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ചാരി ഇരുന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ചാഞ്ഞും ചെരിഞ്ഞിരുന്ന് ഇങ്ങനെ നല്ല റിലാക്സ് ആയിക്കൊണ്ട് ഭക്ഷണം കഴിക്കാം, അപ്പോൾ ഒരുപാട് കഴിക്കാൻ കഴിയും. അങ്ങനത്തെ ഒരു സിസ്റ്റം അതുണ്ടാവരുത് എന്നാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. അതല്ലെങ്കിൽ ഒരു തറഫ്, ഞാനൊരു വലിയ ആളാണ്, ഒരു കിബറിന്റെ നിലയിൽ ഇരുന്നു കൊണ്ടുള്ള ഭക്ഷണം കഴിക്കും, അങ്ങനെയും ഉണ്ടാവാൻ പാടില്ല എന്നതാണ്. അപ്പൊ തറയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കൽ സുന്നത്താണ്. ആ ഇരുത്തം തന്നെ നമ്മൾ ഒന്നാമത്തെ അത്തഹിയ്യാത്തിൽ ഇരിക്കുന്ന ആ ഇരുത്തം ഉണ്ടല്ലോ, അതുപോലെ രണ്ട് പാദങ്ങളുടെയും പുറം ഭാഗം അത് ഭൂമിയിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് അത് തന്നെ മുകളിൽ കയറ്റി വെച്ചുകൊണ്ടാണ് എന്നും അഭിപ്രായമാണ്. ഒന്നുകിൽ അങ്ങനെ ഇരിക്കും, അല്ലെങ്കിൽ ഇടത് പാദം അതിന്റെ പുറം ഭാഗം അങ്ങനെ താഴെ ഭൂമിയിൽ പതിച്ച് വലത് കാലം നാട്ടിക്കൊണ്ട് ഭക്ഷണം കഴിക്കുക. അങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് നമുക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയും. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. പിന്നെ ഭക്ഷണം കഴിക്കുന്ന അവസരത്തിൽ മറ്റൊരു സുന്നത്ത് നബി തങ്ങൾ പഠിപ്പിക്കുന്നു, ഇദാ വുദിഅ ത്വആമു ഫഖ്ലഉ നിഅലകും. ഇത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല, ഒക്കെ നമ്മൾ വീണ്ടെടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇദാ വുദിഅ ത്വആമു, ഭക്ഷണം നിങ്ങളിലേക്ക് വെക്കപ്പെട്ടാൽ ഫഖ്ലഉ നിഅലകും, നിങ്ങളുടെ ചെരുപ്പ് ഊരി വെക്കണം എന്ന്.
അല്ലേ? നമ്മളൊക്കെ പുറത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ അങ്ങനെ ചെയ്യാറുണ്ടോ ഇല്ലേ നോക്കുക. ചെരുപ്പിട്ടല്ലേ നമ്മൾ ഭക്ഷണം കഴിക്കാറുള്ളത് അല്ലേ? ചെരുപ്പ് ഊരി വെക്കണം. ചെരുപ്പ് ഊരിയിട്ട് അതിന്റെ മുകളിൽ കാല് വെച്ചാലും മതി. ചെരുപ്പ് ഊരി വെക്കണം എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. എന്നിട്ട് പറയണം ഫഇന്നഹു അറൂഹു ലിഅഖ്ദാമിക്കും, അത് നിങ്ങളുടെ ശരീരത്തിന് നല്ല ആശ്വാസം നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ധാരാളം സുന്നത്തുകൾ ഭക്ഷണവുമായി ബന്ധപ്പെട്ടുണ്ട്. പഠിക്കാനും പരമാവധി നമ്മളെ ജീവിതത്തിൽ പകർത്താനും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. തിരുസുന്നത്തുകൾ ഹയാത്താക്കുന്നവരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞു കേട്ടതെല്ലാം സ്വാലിഹായ കർമ്മമായി സ്വീകരിച്ച് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾ, ഉസ്താദുമാര്, ബന്ധുമിത്രാദികളുടെ ഖബറിലേക്ക് എത്തിക്കണേ റഹ്മാനെ. അവരെ ഖബർ വിശാലമാക്കണേ അല്ലാഹ്. അവർക്ക് മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, മർഹമത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, അവരെയും ഞങ്ങളെയും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുകൂടെ നാളെയുടെ ലോകത്ത് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. ജമാഅത്തിനെത്തി ഇവിടെ നിന്ന് ഈ ക്ലാസ് കഴിഞ്ഞു പോകുന്ന മുഅ്മിനീങ്ങൾക്ക് വലിയ ഖൈറ് നൽകണേ അല്ലാഹ്. എല്ലാ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. എല്ലാവിധ ഐശ്വര്യവും നൽകണേ റഹ്മാൻ. ആഫത്ത് മുസീബത്തുകളെ തൊട്ട് തടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അവരുടെ എല്ലാവിധ ഹലാലായ മുറാദുകളും നീ ഹസ്ലാക്കി കൊടുക്കണേ റഹ്മാനെ. ഒരുപാട് പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കടബാധ്യതകളിൽ കഴിയുന്നവരുണ്ട്. അല്ലാഹു നീ കരകയറ്റണേ അല്ലാഹ്. മലിക്കുൽ മുലൂക്കായ റബ്ബേ, അല്ലാഹുവേ, ഞങ്ങളൊക്കെ മരിക്കുന്ന അവസരത്തിൽ കാമിലായ ഈമാനോട് ആഖിബത്ത് നന്നായി ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാഹ്. അപകടങ്ങൾ, പെട്ടെന്നുള്ള മരണങ്ങൾ, ദുർമരണങ്ങളിൽ നിന്ന് കാവലേകണേ അല്ലാഹ്. തച്ചോനെ, ഇന്നത്തെ ദിവസം ഒരുപാട് ഹൈറായ പ്രവർത്തനങ്ങളിൽ ഭാഗഭാക്കാവാൻ അവസരം നൽകണേ അല്ലാഹ്. ഇന്ന് ഞങ്ങളുടെ ഖദറുകളായി വല്ല വിപത്തും നീ വിധിച്ചുവെങ്കിൽ ഈ ദുആ സ്വീകരിച്ചത് തട്ടിക്കളയണേ അല്ലാഹ്, തട്ടിക്കളയണേ അല്ലാഹ്, തട്ടിക്കളയണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം തബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. بفضلك صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد صل عليه وسلم. السلام عليكم ورحمة الله وبركاته.